ഹലോ, ഇന്നത്തെ വീക്കെൻഡ് ഔട്ടിംഗ് ബൈക്കുള്ള സൂയിലേക്കാണ് കേട്ടോ. ഇവിടെ മുംബൈയിൽ മഴയൊന്നും തുടങ്ങിയിട്ടില്ല. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ലോക്കൽ ട്രെയിനിലാണ് വന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഹസ്ബൻഡും കുഞ്ഞുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നെ. ഇതാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ മാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ മാപ്പൊക്കെ നോക്കി. പെൻഗ്വിൻ, മാൻ, പുലി, ഹിപ്പോപ്പൊട്ടാമസ് എല്ലാം ഉണ്ട്. ദേ ചെന്നപ്പോൾ വെയിറ്റ് ഐ ആം കമ്മിങ് സൂൺ എന്ന്. അത് കഴിഞ്ഞപ്പോൾ ദേ സിംഹവും അങ്ങനെ തന്നെ. പണി പാളിയെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പെൻഗ്വിനുകളെ കണ്ടത്. അതൊരു ആശ്വാസമായിരുന്നു. പെൻഗ്വിൻസ് നമ്മുടെ ഇന്ത്യയിൽ കാലാവസ്ഥയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എക്കോസിസ്റ്റം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തണുപ്പെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കുറേ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു അവിടെ, ക്യൂ ആണ്. അങ്ങനെ പെൻഗ്വിൻ കണ്ടിട്ട് പിന്നെ അടുത്ത ആനിമലിൻ്റെ അടുത്തേക്ക് പോയി. ദേ ആരാന്ന് മനസ്സിലായോ? നമ്മുടെ ഭാലുക്കരടിയാണ്. ഇവിടെ ആനിമൽസ് എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് അവരുടെ ഹാബിറ്റാറ്റിൽ വിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണുമ്പോഴും. അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ കരടിയാണെങ്കിൽ ഒന്ന് നടക്കാനായിട്ട് തലവെക്കും, അപ്പം തന്നെ വീണ്ടും തല താഴ്ത്തും. എന്താണെന്നറിയില്ല, എല്ലാ കരടികളും ഇങ്ങനെയാണോ? ആദ്യമായിട്ടാണ് ഒരു കരടീനെ കാണുന്നത്. സൂക്ഷിച്ച് നോക്കിയാലേ ബാക്കിൽ ഒരു കരടിയെ കാണാം കേട്ടോ. ദാ ലെഫ്റ്റ് കോർണറിലായിട്ട്. ആ കരടി അങ്ങനെ തന്നെ വല്ലപ്പോഴും ഒന്ന് തലവെക്കും. ബാക്കി സമയം മൊത്തം ഇങ്ങനെ തലതാഴ്ത്തി നടപ്പാണ്. പെട്ടെന്നൊരു മഴ അങ്ങോട്ട് വന്നു. ഒരു കുട എടുത്തിട്ടുള്ളൂ. മഴ തോരാൻ കുറേ നേരം നിന്നു. എന്നിട്ട് രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇതേ മൃഗങ്ങളെ ചികിത്സിക്കുന്ന സൂ ആണ് കേട്ടോ. ഞാനും അമ്മയും ദേ ഫുള്ള് നനഞ്ഞു. കുഞ്ഞും അച്ഛനും കുടയിലാണേ. നല്ല രസമുണ്ടായിരുന്നു മഴ. ഇത് നട്ടുച്ച സമയ ഈവനിങ് ആയ പോലെ ഉണ്ട്. ഫുള്ള് ഇരുണ്ട് മൂടി. സൂ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. എല്ലാവരെയും നല്ല രസമുണ്ട്. മഴയത്താണെങ്കിലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് പൊതുവെ മഴ നല്ല ഇഷ്ടമാണ്. വെയിലാണെങ്കിലാണ് പ്രശ്നം. മഴയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അവസാനമായിട്ട് ഒരു സൂവിൽ പോയ കാലം മറന്നു കേട്ടോ. മാനുകളെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. അവരെയൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. കുഞ്ഞു ആദ്യമായിട്ടാണ് കാണുന്നത്. ദേ അത് കഴിഞ്ഞ് ഞങ്ങൾ പുലിയുടെ അടുത്ത് പോയി. പുലിയാണെങ്കിൽ മഴ കാരണം അവിടെ കിടന്നുറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങണ ലക്ഷണമില്ല. കുറേ നേരം കാത്തുന്നു ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട്. സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. നിറയെ ആൾക്കാരുണ്ട്. പക്ഷെ പുലി ഇണങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. മുംബൈയിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഹാഫ് ഡേ എടുക്കുള്ളൂ. മാത്രമല്ല ഒരു റെഗുലറായിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമാണ്. എത്ര നാളായി ഉണ്ടാവില്ലേ നമ്മളൊക്കെ സൂവിൽ പോയിട്ട്. മഴ കാരണം എല്ലാവരും കയറി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ബേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്ക്, നല്ല മഴയാണ്. മഴ കാരണം തത്തകളെല്ലാം സൈഡിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വെള്ള ചാര കളറുള്ള തത്തകളൊക്കെ ഉണ്ട്. അവരുടെ തല കണ്ടില്ലേ, ഒരു പ്രത്യേകതരം തത്തകളാണ്. കുറെ നേരം അതിനെയൊക്കെ നോക്കിയിരുന്നു. ദേ ഈ കൊമ്പ് നിറയെ തത്തകളാണ് കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഫുള്ള് തത്തകളാണ്. ഇരുട്ടിട്ടോ, ഈവനിങ് ആയ പോലെ ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. ഇതാ തത്തകളുടെ ഊഞ്ഞാല്, പിന്നെ കൂടുകളൊക്കെയാണ്. കണ്ടില്ലേ, ഇത് ചാര കളർ തത്തയാണ്. പിന്നീട് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ക്രൊക്കോഡൈലിനൊന്നും കാണാൻ നിന്നില്ല ഞങ്ങൾ. ദേ ഹിപ്പോപ്പൊട്ടാമസ് ആണിത്. മഴയാണെങ്കിൽ നിൽക്കണേ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ലോക്കൽ ട്രെയിനിൽ തന്നെ കയറി തിരിച്ചു എത്തി കേട്ടോ. അത്രേ.